Hello students, welcome to the class of Basic Civil and Mechanical Engineering. Today, last class we discussed about belt drive. Too. So today we are going to discuss about chain drives. Okay. സോ ഈ ചെയിൻ ഡ്രൈവ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ബൈസിക്കിളായാലും നമ്മുടെ എന്താ പറയുക അഗ്രികൾച്ചർ മെഷീനറീസ് ആയാലും ചെറിയ ചെറിയ, അതായത് എന്താണ് ഇതിൻ്റെ രണ്ടും സെൻട്രൽ ഡിസ്റ്റൻസ് എന്താണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്താണ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? നമ്മൾ യൂസ് ചെയ്തിരുന്നത് പുള്ളീസ് ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് പുള്ളീസ് വി ആർ യൂസിങ് എന്താണ്, സ്പ്രോക്കറ്റ് ആണ് അല്ലേ. നമ്മുടെ സൈക്കിളിലെല്ലാം നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വി ആർ യൂസിങ് സ്പ്രോക്കറ്റ്. ഇതിനെയാണ് നമ്മൾ ആ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്, സ്പ്രോക്കറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പുള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ആൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസ്. ഫസ്റ്റ് വൺ ഈസ് ഹോസ്റ്റിംഗ് ചെയിൻ അല്ലേ. ഹോസ്റ്റിംഗ് ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ യൂസ്ഡ് ഫോർ ഹോസ്റ്റിംഗ് ഓഫ് ക്രെയിൻസ് അല്ലെ. ക്രെയിൻസ് ഒക്കെ നമുക്ക് എന്താണ്, നമ്മൾ അതിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്റ്റിംഗ് ചെയിൻ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ഓവൽ ഷേപ്പ്ഡ് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഓവൽ ഷേപ്പ്ഡ് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ എന്താണ് ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കുറേ ലിങ്ക് എന്താണ് വിച്ച് ഈസ് ലിങ്ക്ഡ് ടുഗദർ അല്ലേ. അതെന്താണ് ലിങ്ക് ചെയ്ത് ടുഗദറായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ആ ചെയിൻ കിട്ടുന്നത്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സേ കൺവെയർ ചെയിൻസ്. ഓക്കെ, കൺവെയർ ചെയിൻസ് എന്താ, ഹുക്ക് ജോയിൻസ് കണക്റ്റഡ് ഈച്ച് ലിങ്ക് അല്ലേ. എന്താണ് ഇവിടെ എന്താണ് ഒരു ഇതാണ് അതിൻ്റെ ഉണ്ടാവുക അല്ലേ. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ലിങ്ക് അല്ലേ, ഇത് ഒരു ലിങ്കും അല്ലേ അടുത്ത ലിങ്കും തമ്മിൽ എന്താ ഒരു ഹുക്ക് ജോയിൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് എന്താണ്, ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പ്രോക്കറ്റ് എന്ത് ചെയ്യുന്ന സ്പ്രോക്കറ്റ് ടീത്തും എന്താ പറയുക ഷേപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഈസി മെഷിങ് ഇവിടെ സാധ്യമാകും. ഓക്കെ, യൂസ് ഫോർ പവർ ട്രാൻസ്മിഷൻ അറ്റ് ലോ സ്പീഡ് അല്ലേ. ലോ സ്പീഡിന് വേണ്ടിയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ. ഇതൊക്കെയാണ് നമ്മളുടെ ബൈക്കിലും അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾസിലെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചെയിനാണ്. ഓക്കെ, ദ തേർഡ് വൺ ഈസ് ഇൻവേർട്ടഡ് ചെയിൻ അല്ലേ. അതിപ്പോൾ നമുക്കറിയാം ഇൻവേർട്ടഡ് എന്താണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇതിൻ്റെ ടീത്ത് എന്താണ് നമുക്കിപ്പോൾ അല്ലേ. ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്ക് ടു സൈഡും ഒരേപോലെയാണ് അല്ലേ. ഇവിടെ എല്ലാം നോക്കുമ്പോൾ പക്ഷേ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു ഭാഗത്തേക്ക് മാത്രമേ ടീത്ത് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സൈഡ് ഉണ്ടാവും. പക്ഷേ വൈൽ ഡിസ്കസിങ് എന്താണ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻവേർട്ടഡ് അല്ലേ, ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക അതിൻ്റെ ടീത്ത് ഉണ്ടാവുക. ഓക്കെ, യൂസ് ഫോർ transmitting power efficiently. Links are shaped as to engage directly with the sprocket teeth അല്ലേ. ആ സ്പ്രോക്കറ്റിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതെല്ലാത്തിലും എൻഗേജ്മെൻ്റ് ഉണ്ട്, ബട്ട് വൈൽ വി ആർ ഓരോ പോയിൻറ്റ്സ് ആക്കി പറയുന്ന സമയത്ത് നമ്മൾ അതിനിങ്ങനെ എൻലാർജ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താണ്, ലോ മെയിൻ്റെനൻസ് ആണ് അല്ലേ. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് വെച്ചാൽ അറൗണ്ട് 98% ആണ്. ഓക്കെ, നോ സ്ലിപ്പാണ്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് പെർമിറ്റ് ഹൈ വെലോസിറ്റി റേഷ്യോ അപ് ടു വെലോസിറ്റി റേഷ്യോ ആണ്, ഇറ്റ് ഈസ് നോട്ട് റേഷൻ വെലോസിറ്റി റേഷ്യോ അപ് ടു 8:1. ഓക്കെ, ആൻഡ് പവർ അല്ലേ ട്രാൻസ്മിറ്റ് മോർ പവർ ദാൻ ബെൽറ്റ് അല്ലേ. ബെൽറ്റ് ഡ്രൈവിനെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ പവർ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജ് അല്ല, ചെയിൻ ഡ്രൈവ്സിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ലൂബ്രിക്കേഷൻ പറയാം അല്ലേ. ലൂബ്രിക്കേഷൻ പറയാം. പിന്നെ എന്താണ് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൂ വീലറിൻ്റെല്ലാം കേസിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഗ്രാജുവലി എന്ത് സംഭവിക്കും, ചെയിൻ സ്പ്രോക്കറ്റ് എന്നിങ്ങനെ ലൂസായി വരും അല്ലേ. എന്ത് സംഭവിക്കുന്നുണ്ട്, സ്ട്രെച്ചിങ് അല്ലേ, സ്ട്രെച്ച് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് ചെയിൻസ് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആദ്യത്തെ 2-3 പ്രാവശ്യം എന്താ അതിൻ്റെ ജോയിൻസ് നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് വെക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും, വി ഹാവ് ടു റീപ്ലേസ് ദ എൻറ്റയർ ചെയിൻ അല്ലേ. ചെയിൻ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. ദ അനദർ തിങ് ഈസ് ദാറ്റ് ദ ഡ്രിവൺ ഷാഫ്റ്റ് ആൻഡ് ഡ്രൈവർ ഷാഫ്റ്റ് മസ്റ്റ് ബി പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരിക്കും. ഓക്കെ, ഒരേപോലെ ആയിരിക്കണം അത് അലൈൻ ചെയ്തിരിക്കണം. ഒരു ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ആ സ്പ്രോക്കറ്റായിട്ടുള്ള മെഷിങ്ങിൽ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും വേറെ ടിയർ കൂടും അല്ലെ, കോൺടാക്റ്റ് കൂടി ഒരു ചെറിയൊരു ബെൻഡിങ് പോലെ വരുന്ന സമയത്ത് മാക്സിമം ഇപ്പോൾ പവർ ട്രാൻസ്മിഷനും നടക്കില്ല. അതുപോലെ തന്നെ എന്താണ് അവിടെ ചെയിന് റീപ്ലേസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും വരും. സോ അത് ദ ഡ്രൈവർ ഷാഫ്റ്റ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് മസ്റ്റ് ബി പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരിക്കണം. ലൂബ്രിക്കേഷൻ വേണം ആൻഡ് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഓക്കെ,
സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഗിയർ ട്രെയിൻസ്. അപ്പോൾ ഗിയർ ഡ്രൈവ്സ്. ഓക്കെ, അതിൽ ഗിയർ എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗിയർ. ഗിയർ ഈസ് നത്തിങ്, ഇറ്റ് ഈസ് എ ടീത്തഡ് വീൽസ് അല്ലേ, ടീത്ത് ആയിട്ടല്ലേ, അതിൻ്റെ പെരിഫറിയിൽ എന്താണ് കുറേ ടീത്ത് ഉണ്ടാവും അല്ലേ. ആ ടീത്ത് വീൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, വൺ ഗിയർ വിൽ ബി മൗണ്ടഡ് ടു ദ ഡ്രൈവർ ആൻഡ് അനദർ വൺ വിൽ ബി ഡ്രൈവൺ അല്ലേ. രണ്ടിലും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസ് തന്നെയാണ്. ഇവിടെ അല്ലെ പുള്ളിക്ക് പകരം അല്ലെ സ്പ്രോക്കറ്റിന് പകരം എന്താണ് ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് ഗിയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഷാഫ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ക്യാൻ ബി പാരലൽ. ഓക്കെ, എന്താണ് പാരലൽ ആയിട്ടായിരിക്കണം, ക്യാൻ ബി പാരലൽ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, പാരലൽ ഓർ ഇൻ്റർസെറ്റിംഗ് ഓർ ആംഗുലർ അല്ലേ, ഏത് പൊസിഷനിൽ വേണ്ടി, ആംഗുലർ പൊസിഷൻ ആയാലും ഇൻ്റർസെറ്റിംഗ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻസിൽ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാൻ പറ്റും എങ്ങനെയാണ് ഇൻ്റർസെറ്റിംഗ് അല്ലെങ്കിൽ ആംഗുലർ പൊസിഷൻസിൽ വരുന്നത് അല്ലേ. ഔട്ട് ഓഫ് ടു മെഷീൻ ഗിയർ ദ സ്മോളർ ഗിയർ ഈസ് നോൺ ആസ് പിനിയൻ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ രണ്ട് ഗിയേഴ്സ് മെഷ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ മെഷ് ചെയ്യുന്ന രണ്ട് ഗിയേഴ്സിൽ സ്മോളർ വണ്ണിനെ നമ്മൾ എന്ത് പറയും, നമ്മൾ പിനിയൻ എന്നാണ് പറയുക. ഓക്കെ, ആൻഡ് ദ ലാർജർ വൺ ഈസ് നോൺ ആസ് വീൽ ഓർ ഗിയർ വീൽ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അല്ലേ, കോമ്പിനേഷനാണ് നമുക്ക് എന്ത് പറയുന്നത്, ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് തരുന്നതിനല്ലേ എന്താണ് നമ്മൾ പറയുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് നമുക്ക് ഗിയർ ഡ്രൈവ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ലോ വെലോസിറ്റി ഗിയേഴ്സ് അല്ലേ. ലോ വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്, മീഡിയം വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്, ആൻഡ് ഹൈ വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ലോ വെലോസിറ്റി ഗിയേഴ്സ് ആർ ലെസ് ദാൻ 3 മീറ്റർ പെർ അല്ലേ, അതിൻ്റെ വെലോസിറ്റി എന്താണ് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആൻഡ് മീഡിയം വെലോസിറ്റി ഗിയേഴ്സ് എന്താണ് 3 to 15 ആയിരിക്കും. ആൻഡ് ഹയർ വെലോസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 15. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഗിയറിംഗ് എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഗിയറിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് മെഷ് ചെയ്യുന്നത് അല്ലേ, രണ്ട് ഗിയറിൻ്റെ ആ ഒരു ടീത്ത് തമ്മിൽ മെഷ് ചെയ്യുന്നതിന് എങ്ങനെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ മെഷ് ചെയ്യുന്നതിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ടൈപ്പ് ഓഫ് ഗിയറിംഗ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ഗിയറിംഗ്, സെക്കൻഡ് വൺ ഈസ് ഇൻറ്റേർണൽ ഗിയറിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് റാക്ക് ആൻഡ് പിനിയൻ. ഓക്കെ, അതിൽ എക്സ്റ്റേണൽ ഗിയറിംഗ് ഒന്നുമില്ല, എന്താണ് ഇതല്ലേ ആ ഗിയർ അല്ല, ഗിയർ എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആ ഗിയറിൻ്റെ എന്താ എക്സ്റ്റേണലിലാണ് എന്ത് ആ ഒരു ടീത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്താണ് അതിൻ്റെ എക്സ്റ്റേണൽ സർഫസിലാണ്, പെരിഫറിയിലാണ് എന്ത് ചെയ്യുന്നത്, ടീത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ മില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ എന്താ ഈ ഗിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, വീൽ അല്ലേ, ഇങ്ങനത്തെ ഒരു വീൽ നമ്മൾ ഈ ഗിയർ സ്ലോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണലിലാണ് നമ്മൾ എന്താ മെഷിങ് നടക്കുന്നത് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ ഗിയറിംഗിൽ എന്തായിരിക്കും അല്ലേ, ഇവിടെ എന്താണ് ആ ഒരു വലിയ വീലിൻ്റെ ഇവിടെ എന്താ നമുക്ക് ഇൻറ്റേർണൽ ടീത്താണല്ലോ അല്ലേ, ആ ഒരു ഇൻറ്റേർണൽ ടീത്തിലാണ് എന്ത് ചെയ്യുന്നത് മെഷിങ് നടക്കുന്നത്. റാക്ക് ആൻഡ് പിനിയൻ എന്ന് വെച്ചാൽ എന്താണ്, വൺ വിൽ ബി ഇൻ ഒരു ലീനിയർ ആയിട്ടുള്ള ഗിയറും ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഗിയറും ഉണ്ടാവും അല്ലേ. അപ്പം എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവിടെയുള്ള ഒരു സർക്കുലർ മോഷൻ എന്താണ് നമ്മൾ ലീനിയർ ആയിട്ട് മാറ്റുകയാണ്. നമ്മളെ ഈ സ്റ്റിയറിംഗ് വീലല്ലേ, നമ്മൾ സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ് നമുക്ക് ആ വീല് എന്ത് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലേ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സോ റാക്ക് ആൻഡ് പിനിയൻ ഈസ് എ ടൈപ്പ് ഓഫ് ഗിയേഴ്സ് വിച്ച് ഹാവിങ് എ സർക്കുലർ ഗിയർ ആൻഡ് എ ലീനിയർ ഗിയർ. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്, വിച്ച് ഓപ്പറേറ്റ് ടു ട്രാൻസ്ലേറ്റ് മോഷൻ ഇൻ ടു ലീനിയർ മോഷൻ അല്ല. ട്രാൻസ്ലേറ്റഡ് മോഷൻ എന്താണ് ലീനിയർ മോഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് റാക്ക് ആൻഡ് പിനിയൻ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയേഴ്സ്. Okay, classification of gears means mainly there are 4 types of classification of gears: spur gear, helical gear, bevel gear and worm gear. Okay, അപ്പോൾ സ്പെർ ഗിയറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഇതിനുള്ളത് അല്ലേ, സിലിണ്ട്രിക്കൽ ഷേപ്പാണുള്ളത്. ആൻഡ് ദ ടീത്ത് ആർ കട്ടഡ് പാരലൽ ടു ദ ആക്സിസ് അല്ലേ, ഇവിടെയാണ് ഷാഫ്റ്റ് ഉണ്ടാവുക. ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഗിയർ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, used for transmitting power between parallel and coplanar ഷാഫ്റ്റ് അല്ലേ, പാരലും കോപ്ലാനാർ ഷാഫ്റ്റും തമ്മിൽ അല്ലേ, അങ്ങനെയുള്ളതിന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെയർ ഗിയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാരലൽ, ഇവിടെ ഗിയർ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഷാഫ്റ്റിന് പാരലായിട്ടായിരിക്കും. ഓക്കെ, ഇതെന്താണ്
ലോ ലോഡ് ആപ്ലിക്കേഷൻ അല്ല, ചെറിയ ചെറിയ ലോഡ് ആപ്ലിക്കേഷനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഹെലിക്കൽ ഗിയറിലേക്ക് പോവാം. ഹെലിക്കൽ ഗിയർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഗിയർ എന്താണ്? സർക്കുലർ ഷേപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വീല് എന്ന് വെച്ചാൽ എന്താ സർക്കുലർ ഷേപ്പ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് എന്താ? വിച്ച് ഈസ് ആൻ ആംഗിൾ അല്ലെ, മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് അല്ലെ, ഒരു ചെറിയൊരു ആംഗിൾ ചേഞ്ച് ചെയ്യും. ഇവിടെ എന്താ കറക്റ്റ് പാരലായിരിക്കും, ഇവിടെ എന്താണ് ദർ ഇസ് എൻ കട്ട് ഇൻ ആൻ ആംഗിൾ ടു ദ ആക്സിസ് അല്ലെ. ആ ഒരു ആംഗിളിനാണ് നമ്മൾ എലിപ്സ് ആംഗിൾ എന്ന് പറയുക, യൂസ്ഡ് ഫോർ ഹൈ ലോഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിപ്പോൾ എന്താണ്, ഇത് സിംഗിൾ അല്ലെ, സിംഗിൾ ഹെലിക്സ് ആണ് അല്ലേ ഇവിടെ കാണുന്നത്. ഒരൊറ്റൊരു ടീത്ത് മാത്രം ഇങ്ങനെ കിട്ടും. അത് 2 അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ അല്ലേ, അതിൻ്റെ പെരിഫറിയിൽ എന്താണ് ഇങ്ങനെ 2 കട്ടിങ് വരുന്നുണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, we are going to discuss about bevel gear. ഓക്കെ, ഈ bevel gearനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് കോണിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, കോണിക്കൽ ഇൻ ഷേപ്പ് ആണ്. ആൻഡ് ദ ടീത്ത് ആർ കട്ടിങ് ഇൻ കോണിക്കൽ സർഫസ്. ഈ കോണിക്കൽ സർഫസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടീത്ത് കട്ട് ചെയ്തിട്ടിരിക്കുക അല്ലേ. ഹിയർ എന്താണ് നമുക്കറിയാം, ഇവിടെയായിരിക്കും ഒരു ഷാഫ്റ്റ് ഉണ്ടാവും അല്ലേ. അടുത്ത ഷാഫ്റ്റ് എന്താ, ഇവിടെ ആയിരിക്കും അല്ലേ. സോ ദ ട്രാൻസ്മിഷൻ ഓഫ് പവർ ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 നോൺ പാരലൽ ഷാഫ്റ്റ് അല്ലേ. പാരലൽ ഷാഫ്റ്റ് അല്ലല്ലോ ഇത്, നോൺ പാരലൽ ഷാഫ്റ്റ് ആണ്. ഇവിടെ മെയിൻലി എന്താണ്, ഈ രണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് എന്താണ് 90 ഡിഗ്രി ആയിരിക്കും മെയിൻലി. അതിലും കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഒബ്റ്റ്യൂസ് ആയാലും അക്യൂട്ട് ആയാലും ആംഗിൾസ് കാണാൻ പറ്റും. ബട്ട് മെയിൻലി വി ക്യാൻ സീ അറൌണ്ട് 90 ഡിഗ്രി ആണ്. ഓക്കെ, ദ ബിവൽ ഗിയർ ക്യാൻ ബി ഹെലിക്കൽ ഓർ സ്പെർ അല്ലേ, ഏതും ആവാം. ഹെലിക്കലും ആവാം, അല്ലെങ്കിൽ എന്താണ്, അതായത് ആ ഒരു ആക്സിസ് ഓഫ് ഷാഫ്റ്റിൻ്റെ പാരലായിട്ടും വരാം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആംഗിളായിട്ട് ഹെലിക്കൽ ഗിയർ ആയിട്ടും വരാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേം ഗിയർ. ഈ വേം ഗിയർ അല്ലെങ്കിൽ എന്താ വേം ആൻഡ് വേം വീൽ എന്നും കൂടി പറയും. ഓക്കെ, ഇതാണ് ആ വേം ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ് നോൺ പാരലൽ ആണെങ്കിൽ ഹിയർ ദ ട്രാൻസ്മിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ നോൺ ഇന്റർസെറ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റ് ആണ് അല്ലേ. നോൺ ഇന്റർസെറ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേം ഗിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേം ഈസ് സ്മോളർ ഇൻ ഡയമീറ്റർ ആൻഡ് ഹാവ് എ ഹെലിക്കൽ ടീത്ത് അല്ലെ. ഹെലിക്കൽ ടീത്ത് ഉണ്ടാവും. ഹെലിക്കൽ ടീത്ത് വേം ഗിയറിനും ഹെലിക്കൽ ടീത്ത് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് വേം വീലിനും എന്താണ് ഹെലിക്കൽ ടീത്ത് ആയിരിക്കും. ഇതും അതേപോലെ തന്നെ 90 ഡിഗ്രിയിൽ മാത്രമല്ല, പക്ഷെ മെയിൻലി വി ക്യാൻ സീ ഇറ്റ് അറ്റ് 90 ഡിഗ്രി അല്ലേ. ദ ഷാഫ്റ്റ് മേ ബി ഹാവ് എ 90 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ അല്ലേ, രണ്ടും തമ്മിൽ എന്താണ് 90 ഡിഗ്രി ആവാം. അത് മാത്രമല്ല, പക്ഷേ നോർമലി വി ക്യാൻ സീ ലൈക്ക് ദാറ്റ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബിവൽ ഗിയർ. ഓക്കെ, ബിവൽ ഗിയർ എന്ന് വെച്ചാൽ കോണിക്കൽ ഇൻ ഷേപ്പ് ആണ് അല്ലേ. ഇതെന്താണ് ഹിയർ, ഇറ്റ് ഈസ് കോണിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ദ ടീത്ത് ആർ കട്ടിങ് ഓൺ ദി കോണിക്കൽ സർഫസ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ആക്സിസ് അല്ലേ, ഇവിടുത്തെ ആക്സിസ് ഇങ്ങനെയല്ലേ വരിക, ഇവിടുത്തെ ആക്സിസ് ഇങ്ങനെയാണ് വരിക. സോ we can say like that that power transmission occurs when 2 നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ അല്ലേ, 2 നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെവൽ ഗിയർ പറയുന്നത്. ഓക്കെ, മെയിൻലി എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, രണ്ട് ഷാഫ്റ്റ് തമ്മിൽ എന്താണ് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരുന്നത്. അതിൽ കുറഞ്ഞിട്ടോ കൂടിയിട്ടോ അക്യൂട്ട് ആയാലോ ഒബ്റ്റ്യൂസ് ആയാലോ ആംഗിൾസ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ മെയിൻലി വി ആർ seeing using for 90 degree. The angle between the shaft is 90 degree. ഓക്കെ, അടുത്തത് പറയാൻ പറ്റുന്നത് ഈ ബിവൽ ഗിയർ എന്ത് ചെയ്യുക, സ്പെർ ഗിയറും ആവാം ഹെലിക്കൽ ഗിയറും ആവാം അല്ലേ. സ്പെർ ഗിയർ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ആക്സിസിന് പാരലായിട്ട് വരാം. അതേ അല്ലെങ്കിൽ എന്താ ചെറിയൊരു ആംഗിൾ ഇൻക്ലിനേഷനിലും അത് കട്ട് ചെയ്തിട്ട് വരാം. അതിനെയാണ് നമ്മൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെലിക്കൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കേസിലേക്ക് വരുന്ന സമയത്ത് വേം ഗിയർ ആണ്. വേം ഗിയർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേം ഗിയർ ഓർ നമുക്ക് അതിനെ വേം ഓർ വേം ആൻഡ് വേം വീൽ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇതാണ് വേം എന്ന് പറഞ്ഞത്, വേം ഗിയർ എന്ന് പറഞ്ഞത്. ഇതെന്താണ് വേം വീൽ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ പവർ ട്രാൻസ്മിഷൻ, അതായത് നോൺ ഇന്റർസെറ്റിംഗ് അല്ലേ, ഈ ഒരു ആക്സിസ് എന്താ ഇങ്ങനെയാണ് പോകുന്നത്, ഇതിങ്ങനെയാണ് പോകുന്നത് അല്ലേ, ഉള്ളിലേക്കാണ് പോകുന്നത്. നോൺ ഇന്റർസെറ്റിംഗ് ആയിട്ടുള്ള രണ്ട് നോൺ പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയറാണ് വേം ഗിയർ എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവിടെ വേം ഗിയർ ഈ സ്മോളർ ഇൻ ഡയമീറ്റർ അല്ലേ. ഇവിടെ എന്തായിരിക്കും, സ്മോളർ ഇൻ ഡയമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ എന്താ നമുക്ക് ആ ഫിഗറിന് തന്നെ തിരിയുന്നുണ്ട് എന്താണ്, വിച്ച് ഈസ് നോട്ട് പാരലൽ അല്ല. ഈ ടീത്ത് എന്താണ് പാരലൽ ടു ദ ആക്സിസ് അല്ല, ഇതെന്താണ് ഹെലിക്കൽ ടൈപ്പ് ആണ്. ഓക്കെ,
ഈ വേം ഗിയർ ആയാലും വേം വീലായാലും എന്താണ് ഹെലിക്കൽ ടൈപ്പായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഗിയർ ട്രെയിൻസ്. ഈ ഗിയർ ട്രെയിൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇത്ര സമയം പഠിച്ചിരുന്ന ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആയിട്ട് അറേഞ്ച് ചെയ്യും. വി വിൽ മെഷ് അല്ലേ, ഇതിന് എന്താണ് മെഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഇത്ര സമയം പഠിച്ചത് എന്തായിരുന്നു അല്ലേ, ഇവിടെ ഇത് ഏത് ടൈപ്പ് ഗിയറാണ്, ഇവിടെ എന്താ കട്ട് വരുന്നത് അല്ലേ, ഈ കട്ട് ഇപ്പോൾ പാരലാണെങ്കിൽ നമ്മൾ സ്പെയറിന് പഠിച്ചു, അല്ലെങ്കിൽ രണ്ട് നോൺ പാരലൽ നോൺ ഇൻ്റർസെക്റ്റിംഗ് നോൺ പാരലൽ ആണെങ്കിൽ നമ്മൾ ഏത് ഗിയറാണ് യൂസ് ചെയ്യുക എല്ലാം പഠിച്ചു. ഇങ്ങനെയുള്ള ഈ ഗിയേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെഷ് ചെയ്യാണ്. മോർ ദാൻ 1 or 2 അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, മെഷ് ചെയ്തിട്ട് നമ്മൾ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യണം. ആ ഒരു ടേം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗിയർ ട്രെയിൻസ്. 2 or more gear wheels meshing together for transmission of motion from one shaft to another is known as gear trains. Gear trains may be consist of ഈ പറഞ്ഞ സ്പിയർ ആയാലും എലിക്കലായാലും ഏതിലായാലും നമുക്ക് എന്താ, നമുക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് കാണാം. ഒന്നുകിൽ സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് പാരലായിട്ടും കാണാം. ഓക്കെ, എങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ ട്രെയിൻസ്: സിമ്പിൾ ഗിയർ ട്രെയിൻസ്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ്, റിവറ്റഡ് ആൻഡ് എപ്പിസൈക്ലിക്. ഓക്കെ, ഈ 4 ഗിയർ ട്രെയിൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ സിമ്പിൾ ഗിയർ ട്രെയിൻസ്. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഇനി അടുത്ത് വരുന്ന കോമ്പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഷാഫ്റ്റിൽ എന്താണ് ഒരു ഗിയർ മാത്രമേ മെഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ വെലോസിറ്റി റേഷ്യോവും അതേപോലെ തന്നെ നമുക്ക് ലാർജ് അല്ലേ ഡിസ്റ്റൻസിൽ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി എന്താണ് ഇത് ഡ്രൈവിംഗ് വീൽ ഇതാണ്, ഇവിടെയാണ് ഇപ്പോൾ ഒരു പ്രൈം മൂവർ വെച്ചിട്ട് ഇവിടെ എന്താണ് റൊട്ടേഷൻ എനർജി ഉണ്ടാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു വീൽ ഇതിപ്പം ഗിയർ 1 ആണെങ്കിൽ 2ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അവിടുന്ന് 3ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അവിടുന്ന് 4ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഐഡിയൽ ഗിയർ ആണ് അല്ലേ. ഇതൊക്കെ എന്താണ് ഇവിടെ വേറെ ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതായത് പവർ പ്രൈം ഓവറായിട്ടോ ഇതാവുന്നില്ല, അതേപോലെ തന്നെ നമുക്കെന്താ പ്രൈം അറ്റ് ദ എൻഡ് നമ്മൾ എവിടത്തേക്കാണോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടത് അതുമായിട്ടൊന്നും ലിങ്കില്ല. ഇതിനൊക്കെ എന്താ ഐഡിയൽ ഗിയറാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഗിയർ എന്ന് പറയുന്നത്. ഇതാണ് എന്താണ് ഡ്രിവൺ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ നൽകിയിട്ട് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് കോമ്പൗണ്ട് ഗിയർ. ഓക്കെ, കോമ്പൗണ്ട് ഗിയർ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഈ ഒരു 1 എന്നുള്ള ഈ ഒരു റെഡ് ഗിയർ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ഈ റെഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതുമായിട്ട് മെഷ് ചെയ്തിരിക്കുന്ന ഈ ബ്ലൂ ആണ് അല്ല, ഈ ബ്ലൂ റൊട്ടേറ്റ് ചെയ്യും. ഈ ബ്ലൂ കണക്ട് ചെയ്തിരിക്കുന്ന അതേ ഷാഫ്റ്റിലാണ് ഈ യെല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിംഗ്ലി ഈ ഒരു ബ്ലൂ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ യെല്ലോ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ആ യെല്ലോ എന്താണ് വിച്ച് ഈസ് മെഷ്ഡ് വിത്ത് ദി ഗ്രീൻ ഗിയർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്രീൻ എന്താണ് റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് എന്താ കോമ്പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എനി വൺ ഓഫ് ദ ഷാഫ്റ്റ് വിൽ ബി ഹാവിങ് അറ്റ്ലീസ്റ്റ് 2 ഗിയേഴ്സ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഷാഫ്റ്റിൽ എന്തുണ്ടാവും, 2 ഗിയേഴ്സ് ഉണ്ടാവും മിനിമം. ഓക്കെ, അതിൽ കൂടാം വേണ്ടിയെങ്കിൽ ഇവിടെ എന്താണ് ഈ ഒരു എലോൻ്റെ കൂടെ വേറൊരു ഗിയറും കൂടി എന്താ പറയേണ്ടത് ലിങ്ക് ചെയ്യപ്പെട്ടിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് വൈൽ വി ആർ എക്സ്പ്ലെയിനിങ് യു ഹാവ് ടു സേ എന്താണ് in a shaft, at least in all shaft there will be one shaft which having minimum 2 gears are attached. ഓക്കെ, അടുത്ത് എന്താണ് യൂസ് ഫോർ ഹൈ വെലോസിറ്റി റേഷ്യോ ആണ്. ഓക്കെ, ഹൈ വെലോസിറ്റി റേഷ്യോയിലാണ് എന്ത് ഉണ്ടെങ്കിൽ ആണ് നമ്മളിത് യൂസ് ചെയ്യുക. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് എന്താണ് വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ഇവിടത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇതാണ് ഡ്രൈവർ, ഇതാണ് ഡ്രിവൺ അല്ലേ. ഡിസ്റ്റൻസ് വളരെ വളരെ കൂടുതലാണ് സിമ്പിൾ ഗിയർ ട്രെയിൻസിലേക്ക്. ഓക്കെ, ഇവിടത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിൻ്റെ കോമ്പൗണ്ട് ഗിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് റിവറ്റഡ് ഗിയർ ട്രെയിൻസിനെ പറ്റി പറയുന്നത്. ഇതിൻ്റെ പവർ എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഈ 1 അല്ലേ, ഈ 1 എന്താണ് ഗിയർ 1 ഈസ് മെഷ്ഡ് വിത്ത് ഗിയർ 2 ആണ് അല്ലേ. അപ്പോൾ രണ്ടും എന്താണ് ഗിയർ 1 ഗിയർ 2 എന്താണ് പാരലായിട്ടുള്ള ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, 1 and 2. അപ്പോൾ എന്താണ് ദിസ് 1 വിൽ ബി മെഷിങ് വിത്ത് 2 അല്ലേ. അതുകൊണ്ട് തന്നെ 2ലേക്ക് നമുക്ക് ആ പവർ എത്തി. ആ 2ലുള്ള ഷാഫ്റ്റ് അല്ലേ, ദ ഷാഫ്റ്റ് വിച്ച് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഗിയർ 2 അല്ലേ, ആ ഒരു 2
ആയിട്ട് എന്താണ് വേറെ ഒരു അതേ ഷാഫ്റ്റിൽ എന്താണ് വേറൊരു ഗിയറും കൂടി ഉണ്ടാവും. സോ ഗിയർ 2 ഉണ്ടാകുന്ന ആ ഒരു റൊട്ടേഷൻ എന്ത് ചെയ്യാൻ നമുക്ക് ഗിയർ 3ലേക്ക് എന്ത് ചെയ്യാൻ കൺവേർട്ട് ചെയ്യപ്പെടും അല്ലേ. ത്രൂ ദാറ്റ് വേറൊരു ദർ വിൽ ബി ആൻ അനദർ ഷാഫ്റ്റ് ഓക്കെ വിച്ച് ഈസ് പാരലൽ ടു ദീസ് 2 and 3 2 and 3 ഗിയർ കണക്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന ആ ഒരു ഷാഫ്റ്റിൽ പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ 4 എന്നുള്ള ഷാഫ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ 4 എന്ന് പറഞ്ഞ ഷാഫ്റ്റ് വിൽ ബി കോ ആക്സിയൽ വിത്ത് ദ ഫസ്റ്റ് വൺ. ഓക്കെ, കോ ആക്സിലായിരിക്കും അല്ലേ, ഒരേ ആക്സിസിലായിരിക്കും ഈ രണ്ട് ഷാഫ്റ്റും ഉണ്ടാവുക. ഷാഫ്റ്റ് 1ഉം അല്ലെങ്കിൽ ഷാഫ്റ്റ് 4ഉം എന്താണ് ഒരേ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഷാഫ്റ്റ് 1 and 4 എന്ന് പറയേണ്ട ഈ ഒരു 1 മെഷ് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റും 4 ഗിയർ 4 മെഷ് കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റും എന്താണ് ഒരേ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ സിമിലർ ടു ദ കോമൺ ട്രെയിൻ ഇൻ വിച്ച് ദ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ടേൺസ് അബൌട്ട് ദ സെയിം ആക്സിസ് അല്ലേ, എന്താണ് സെയിം ആക്സിസിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്താണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. യൂസ്ഡ് വെയർ ദ സ്പീഡ് റിവേഴ്സിങ് ഈസ് റിക്വേർഡ് അല്ലേ, സ്പീഡ് റിവേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻലി ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലേത്തിലെല്ലാം ബാക്ക് ഗിയേഴ്സിലെല്ലാം നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് വി ക്യാൻ മൂവ് ടു ദി ലാസ്റ്റ് ടോപ്പിക്, എപ്പി സൈക്ലിക് ഗിയർ ട്രെയിൻസ്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, പ്ലാനറ്ററി ഗിയർ ട്രെയിൻസ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗിയർ ഉണ്ട്. ഓക്കെ, എ ഗിയർ ഈസ് അറ്റാച്ച്ഡ് മൂവിങ് ഷാഫ്റ്റ് ഈസ് കോൾഡ് സൈക്ലിക് എപ്പിസൈക്ലിക് വീൽ അല്ലേ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പിൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ഗിയർ ഉണ്ട് എ അല്ലേ, ഇവിടെ എന്താണ് ഒരു ബി എന്ന് പറഞ്ഞൊരു ഗിയർ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ മെഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ആമും ഉണ്ട്. ഓക്കെ, ആമിൻ്റെ രണ്ട് O1 O2 ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആം ഫിക്സഡ് ആണെങ്കിൽ എന്താണ് ഈ എ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബി റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഈ ആം റൊട്ടേറ്റ് ചെയ്യുന്ന ഫിക്സഡ് ആണെങ്കിൽ ഈ എ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബി റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇവിടെ എന്താണ് അത് സിമ്പിൾ ടൈപ്പാണ് അല്ലേ. ഇതാ ഇത് തന്നെയല്ലേ അത്, ഇവിടെയുള്ള ഈ ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ. പക്ഷേങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പക്ഷേങ്കിൽ നമ്മളിവിടെ എന്താ ഇഫ് ദ ആം സി അല്ല, ഈ സി ഇനി എന്ത് ചെയ്യാണ് നമ്മൾ വി ആർ അലോവിങ് ഇറ്റ് ടു റൊട്ടേറ്റ് അബൌട്ട് ദ ആക്സിസ് ഓഫ് എ ആൻഡ് ആക്സിസിൽ ഇതിന് എന്താണ് റൊട്ടേറ്റ് ചെയ്യാൻ ഇങ്ങനെ വിടുകയാണ്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ്ങിൽ എന്ത് സംഭവിക്കും, ബി ഓൾറെഡി ഇവിടുന്ന് എന്ത് ചെയ്തു, ഇത് മെഷ് ചെയ്തിട്ട് ഇത് ഇതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ഇതിൻ്റെ ആക്സിസിൽ ബി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുക, ഈ ഒരു എ ബി എന്ന് പറഞ്ഞത് ഈ എൻ്റെ ആക്സിസിനും എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അതായത് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എനെ നമ്മൾ സണ്ണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്, ഇത് നമുക്കൊരു പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂലേ അല്ലേ. അത് അതിൻ്റെ ആക്സിസിലും എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ അതിങ്ങനെ മാറി 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 അല്ലേ ഈ ഒരു എ എന്ന് പറഞ്ഞതിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ആക്സിസിലൂടെയും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് എൻ്റെ ആക്സിസിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് എപ്പി സൈക്ലിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പി സൈക്ലിക് ഗിയർ ട്രെയിൻസ് എന്നാണെന്ന് മനസ്സിലായി കാണും. അപ്പം ഇവിടുത്തെയും അതേപോലെ തന്നെ കേസ് എന്താണ്, ഇവിടെ ഇതൊരു ഗിയർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഗിയർ ഉണ്ട്. ഇവിടെ എന്താണ് ഈ ഒരു റിങ്. ഓക്കെ, ഇതെന്താണ് ഇതൊരു ഗിയറാണ്. ഇതെന്താണ് ഇവിടെ ഈ ഒരു വലിയ ഗിയറിന് നമ്മൾ സൺ ഗിയർ എന്നാണ് പറയുക. ഇതെന്താണ് പ്ലാനറ്റ്സ് ഗിയർസ് അല്ലേ. ഇതാണ് ആ പ്ലാനറ്ററി ഗിയർ ട്രെയിൻസ് എന്ന് പറയാനാണ്. കാരണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താ സിമിലർലി ഇതിൻ്റെ ആക്സിസിനെയും നമുക്ക് ചെയ്യും. അപ്പോൾ അത് അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ കിട്ടും. ഓക്കെ, ഇത് ഈ ഒരു കാര്യം വെച്ചിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതെന്താണ് മെയിൻലി യൂസ്ഡ് ഇൻ ദ ഗിയർ ബോക്സ് ഓഫ് ഓട്ടോമൊബൈൽസ് ഓർ ഡിഫറൻഷ്യൽ ഗിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ മോസ്റ്റ് കൺവീനിയൻറ്റ് ഫോർ ദ വെരി സ്മോൾ സെൻറ്റർ ഡിസ്റ്റൻസ് അല്ലേ, ആൻഡ് ദ പോസിബിൾ ടു ട്രാൻസ്മിറ്റ് വെൻ ദ ആക്സിസ് ഈസ് പാരലൽ, നോൺ പാരലൽ ആൻഡ് കോപ്ലാനർ ഓർ നോൺ കോപ്ലാനർ അല്ലേ. ഇത് മൊത്തത്തിലാണ് പറയുന്നത്. വെലോസിറ്റി റേഷ്യോ റിമെയിൻസ് ട്രൂ ഔട്ട് ആൻഡ് വെരിയാണ് very high
ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയാണ്. ആൻഡ് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദ ഗിയർ ട്രെയിൻസ് ആർ നോട്ട് സൂട്ടബിൾ ഫോർ വെരി ലാർജ് സെൻട്രൽ ഗിയേഴ്സ്, ലൂബ്രിക്കേഷൻസ് ആൻഡ് ഹൈ സ്പീഡ് അല്ലേ. ഹൈ സ്പീഡ് ആകുന്ന സമയത്ത് എന്താ നോയ്സും വൈബ്രേഷൻസും ഒക്കെ അറിയും ഫോർ ലാർജ് നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ലാർജ് ഒരു മെഷീൻ കുറേ നമ്മൾ എന്താണ് ഗിയർ വീൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, ഗിയർ വീൽസ് നമ്മൾ കുറേ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ വെയിറ്റ് കൂടും അല്ലേ. ആ ഒരു പർട്ടിക്കുലർ മെഷീൻ്റെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു.